മല്ലു ക്രിക്കറ്റ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL-ന്റെ 17ാം സീസണിനെ കുറിച്ച് നിർണായകമായ ചില സൂചനകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ടൂർണമെന്റ് എപ്പോഴായിരിക്കും ആരംഭിക്കുക എന്നും ഉദ്ഘാടന മത്സരം എവിടെയാവും എന്നതിനെക്കുറിച്ചും IPL കൗൺസിൽ ചെയർമാൻ അരുൺ ധുമാലാണ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത്. മാർച്ച് 22-ന് ചെന്നൈയിലായിരിക്കും ടൂർണമെന്റ് തുടങ്ങുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനു പിന്നാലെ കന്നി അംഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും മുൻ വിജയികളായ ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാവും ഏറ്റുമുട്ടുക എന്നും റിപ്പോർട്ടുകളും വന്നു. രാജ്യത്ത് പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണെങ്കിലും IPL ഇന്ത്യയിൽ നിന്നും മാറ്റില്ലെന്നാണ് ധുമാൽ വ്യക്തമാക്കിയത്. ആദ്യത്തെ കുറച്ച് മത്സരങ്ങളുടെ ഫിക്സർ ആദ്യം പ്രഖ്യാപിച്ചതിനു ശേഷം ബാക്കിയുള്ളവ തിരഞ്ഞെടുപ്പ് തീയതികളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് BCCIയുടെ തീരുമാനം. മാർച്ച് 22-ന് തുടങ്ങിയ ശേഷം ടൂർണമെന്റിന്റെ ഫൈനൽ മെയ് 26-നാവുമെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തവണ ഇതിഹാസ നായകൻ MS ധോണിയുടെ CSKയും യുവതാരം ശുഭ്മാൻ ഗില്ലിന്റെ GDയും തമ്മിലാണ് ആദ്യ പോരെങ്കിൽ അത് കഴിഞ്ഞ എഡിഷനിലെ ഫൈനലിന്റെ റിപ്ലേ കൂടിയായിരിക്കും. അന്ന് അവസാനത്തെ ബോളിലേക്കു നീണ്ട ത്രില്ലറിൽ ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 5 വിക്കറ്റിന്റെ ജയവുമായി ധോണിപ്പട 5ാം കിരീടത്തിൽ മുത്തമിടുകയായിരുന്നു. അന്നത്തെ ഫൈനലിലെ ജയം ആവർത്തിക്കാനുറച്ചായിരിക്കും CSK ഇത്തവണ ഇറങ്ങുകയെങ്കിൽ കണക്ക് ചോദിക്കുകയാവും GDയുടെ ലക്ഷ്യം. കഴിഞ്ഞ ഫൈനലും ഇത്തവണത്തെ ഉദ്ഘാടന മത്സരവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം GDയുടെ മുൻ ക്യാപ്റ്റനും ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹാർദിക് പാണ്ഡ്യ ടീമിനോടൊപ്പം ഉണ്ടാവില്ല എന്നതാണ്. കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലാണ് തികച്ചും നാടകീയമായി ഹാർദിക് തന്റെ മുൻ തട്ടകമായ മുംബൈ ഇന്ത്യൻസിലേക്കു തിരികെ പോയത്. മാത്രമല്ല അവിടെ അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി ലഭിക്കുകയും ചെയ്തിരുന്നു. നായകൻ എന്ന നിലയിൽ അനുഭവസമ്പത്ത് തീരെയില്ലാത്ത ഗില്ലിനു കീഴിൽ ഇത്തവണ GDയ്ക്കു ആദ്യ കളിയിൽ ധോണിപ്പടയെ വീഴ്ത്തുക എന്നത് ഏറെക്കുറെ അസാധ്യം തന്നെയായിരിക്കും. പക്ഷേ കണക്കുകൂട്ടലുകൾ കാറ്റിൽ പറത്തി GDയ്ക്ക് അത് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഗിൽ എന്ന പുതിയ ക്യാപ്റ്റന്റെ കരിയറിലെ പൊൻതൂവൽ തന്നെയായിരിക്കും അത്. നായകനായ അദ്ദേഹത്തിന് അനുഭവസമ്പത്തില്ലെങ്കിലും തന്ത്രങ്ങൾ ഒരുക്കി കോച്ച് ആശിഷ് നെഹ്റ എപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഗില്ലിന്റെ ആത്മവിശ്വാസം ഉയർത്തും. കഴിഞ്ഞ 2 സീസണുകളിലും ഹാർദിക്കിന്റെ മികച്ച ക്യാപ്റ്റൻസിക്കു പിന്നിൽ നിഴൽ പോലെ എല്ലായ്പ്പോഴും കൂടെയുണ്ടായിരുന്നത് നെഹ്റ തന്നെയാണ്. IPL-ലെ ഏറ്റവും പ്രായം കൂടിയ ക്യാപ്റ്റനും പ്രായം കുറഞ്ഞ നായകനും നേർക്കുനേർ വരുന്നുവെന്ന പ്രത്യേകത കൂടി കന്യാംഗത്തിനുണ്ട്. ഹാർദിക്കിന്റെ അഭാവത്തിൽ തന്നേക്കാൾ സീനിയറായ അനുഭവസമ്പത്ത് ഏറെയുള്ള കളിക്കാരുൾപ്പെട്ട GD ടീമിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഗില്ലിനു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. ക്യാപ്റ്റൻസിയിൽ മികവ് പുലർത്തുന്നതിനോടൊപ്പം സ്വന്തം ഫോമിലും താരത്തിന് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ CSK തന്നെയാണ് ഫേവറേറ്റുകൾ എന്ന് ഉറപ്പിച്ചു പറയാം. മോശമല്ലാത്ത മാർജിനിൽ ധോണിയും സംഘവും ആദ്യ കളി ജയിച്ചുകൊണ്ട് തന്നെ തുടങ്ങാനാണ് സാധ്യത. IPL-ലെ കണക്കുകൾ എടുത്താൽ CSKക്കെതിരെ GDക്കാണ് നേരിയ മുൻതൂക്കമെന്നു കാണാം. ഇതുവരെ 2 സീസണുകളിലായി 5 തവണ മുഖാമുഖം വന്നപ്പോൾ മുന്നിലും ജയം GDക്കായിരുന്നു. 2 മത്സരങ്ങളിലാണ് CSK വിജയം കൊയ്യാനായത്. പക്ഷേ കണക്കുകളിലെ ഈ മുൻതൂക്കം വരാനിരിക്കുന്ന മത്സരത്തിൽ GDക്കു മേൽക്കൈ നൽകില്ല. ക്യാപ്റ്റനായി ഹാർദിക്കിനു പകരം ഗില്ലാണുള്ളത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല മത്സരം ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിലാണെന്നതും CSKക്ക് പ്ലസ് പോയിന്റ് ആണ്. ഇവിടെ വളരെ മികച്ച റെക്കോർഡാണ് ധോണിപ്പടയ്ക്കുള്ളത്. അപ്പൊ ഇതുപോലുള്ള ട്രെൻഡിങ് ക്രിക്കറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലു ക്രിക്കറ്റ് കോർണർ എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.